അർജന്റീന ടീമിന്റെ വരവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുമായി സർവം ആഘോഷമയമാണ് കേരളത്തിലെ മാധ്യമങ്ങളിലും വലത് സൈബർ ഇടങ്ങളിലും. സാക്ഷാൽ ലയണൽ മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നിൽ നടന്നത് കോടികളുടെ വൻ അഴിമതി ഗുരുതര നിയമലംഘനങ്ങളുമാണെന്ന് ആരോപിക്കുന്ന കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായ പ്രശാന്തൻ IAS സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പുറത്തായതോടെയാണ് എല്ലാത്തിനും തുടക്കമാകുന്നത്. മന്ത്രി OJ ജനീഷാണ് റിപ്പോർട്ട് നൽകിയത്. മുൻ സർക്കാരിനെയും റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിനെയും പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു വൻ അഴിമതി നടന്നുവെന്ന മട്ടിലാണ് അന്തിചർച്ചകളും വാർത്താ പരമ്പരകളും കൊഴുക്കുന്നത്. മുൻ കായിക മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ സംഘടിതമായി നടന്ന ക്രമക്കേടുകൾ സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയും വലിയ നിയമപ്രശ്നങ്ങളും വരുത്തിവെക്കുന്നതായിരുന്നുവെന്ന് പറയുന്ന റിപ്പോർട്ടിന്റെ ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രമാണ് പുറത്തായതെന്നതും ശ്രദ്ധേയം. കായിക വകുപ്പ് സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് നൽകിയതായി പറയുന്നതും അത് അത്യന്തം രഹസ്യ റിപ്പോർട്ടാണെന്ന് വകുപ്പ് മന്ത്രി അവകാശപ്പെടുകയും ചെയ്ത ഒരു റിപ്പോർട്ടാണ് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത്. വകുപ്പ് സെക്രട്ടറി വകുപ്പ് മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ മാത്രം പുറത്തായതിനു പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ? കള്ളപ്പണ ഇടപാട് അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി കരാറേയില്ല, വിദേശ നാണയവിനിമയ ചട്ടം ലംഘിച്ചു, കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ചു തുടങ്ങിയ അതീവ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനുമായി റിപ്പോർട്ടർ ചാനൽ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഉണ്ടാക്കിയതായി പറയുന്ന കരാറിന്റെ കോപ്പി മുതൽ എല്ലാ രേഖകളും ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ വിദേശ നാണയ വിനിമയ ചട്ടം പാലിച്ചും സമ്മതത്തോടെയുമാണ് കരാറെന്നും അവർ അവകാശപ്പെടുന്നു. ഇനി ഇതും വ്യാജമാണെങ്കിൽ തീർച്ചയായും കടുത്ത നടപടി തന്നെ ഇവർക്കെതിരെ എടുക്കണം. പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ നികുതി പണമാണ്, അത് വീണ്ടെടുക്കുക തന്നെ വേണം. അതിന് ഉത്തരവാദികളായവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം. കേരള സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ U ഷറഫ് അലിയുടെ സാന്നിധ്യത്തിൽ ഒപ്പിട്ട കരാറാണ് റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്നത്. കായിക വകുപ്പിന്റെ അനുമതിയോടെ ഏർപ്പെട്ട കരാർ രേഖകൾ തെളിവായി നൽകിക്കൊണ്ടാണ് സ്പോൺസർഷിപ്പിനെ സംബന്ധിച്ചുയർന്ന വിവാദങ്ങൾക്ക് റിപ്പോർട്ടർ മറുപടി നൽകിയിരിക്കുന്നത്. 2022 ലോകകപ്പ് ജേതാക്കളായ അർജന്റീനയും മെസ്സിയെയും 2 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കാൻ കേരളത്തിലെത്തിക്കുമെന്നാണ് കരാറിലെ ധാരണ. ഫിഫ റാങ്കിങ്ങിൽ 50-ന് മുകളിൽ നിൽക്കുന്ന ടീമുകളായിരിക്കും എതിരാളികളെന്നും കലൂർ ജവഹർലാൽ സ്റ്റേഡിയത്തിൽ വെച്ച് മത്സരം നടക്കുമെന്നും കരാറിലുള്ളതായി തെളിവുകൾ സൂചിപ്പിക്കുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD ആന്റോ അഗസ്റ്റിനും AFA പ്രസിഡന്റ് ക്ലൗഡിയോ ഫാബിയൻ ടാപ്പിയോയും ജനറൽ സെക്രട്ടറി വിക്ടർ ബ്ലാങ്കോ റോഡ്രിഗസും തമ്മിലുള്ള കരാറാണിത്. 2024 കരാർ ഒപ്പിട്ടത്. കേരള സ്പോർട്സ് കൗൺസിൽ ഇതിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനും സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും തമ്മിൽ ഇത്തരത്തിലൊരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. അതാണ് ഇതോടെ പൊളിയുന്നത്. ഇവിടെ മുൻ കായിക വകുപ്പിന് മുന്നിലുണ്ടായിരുന്ന വിഷയം എന്താണ്? സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ പോലും ചിലവില്ലാതെ ലോകകപ്പ് നേടി ലോകത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു ഫുട്ബോൾ ടീമിനെ കേരളത്തിൽ കളിപ്പിക്കാമെന്ന വാഗ്ദാനവുമായി ഒരു സ്പോൺസർ മുന്നോട്ട് വരുമ്പോൾ തടയാതിരുന്നതോ? അതിന്റെ നിയമപരവും സാമ്പത്തികവുമായതുൾപ്പെടെയുള്ള സകല ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കുകയും സർക്കാർ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായി നിന്നാൽ മതിയെന്ന് വാഗ്ദാനം ചെയ്യുകയുമായിരുന്നു. കേരളത്തിലെ ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർക്ക് ആവേശകമായിരുന്നു മത്സരം. സംസ്ഥാന കായിക വകുപ്പ് പരിശോധിച്ചപ്പോൾ കുഴപ്പമൊന്നും തോന്നാത്ത നിർദ്ദേശം. എന്നാൽ വിചാരിച്ച പോലെ അർജന്റീന വന്നില്ല. അതിന്റെ കാരണവും സ്പോൺസർ പറയുന്നുണ്ട്. അതും തെറ്റാണെങ്കിൽ അവർക്കെതിരെ നിയമ നടപടി നടക്കട്ടെ. ഇത്തരത്തിലുള്ള താറടികൾ കൊണ്ട് ഇനി കേരളത്തിൽ ഇത്തരം ഒരു പ്രോജക്റ്റുമായി ഒരു സംരംഭകനും വരില്ലെന്ന് ഉറപ്പാണെന്നും സ്വയം ബാധ്യത ഏറ്റെടുത്ത് വന്ന ഒരു സ്പോൺസറുടെ അവസ്ഥ ഇതാണെന്ന് കണ്ട് ഇനി എല്ലാവരും പിന്മാറുമെന്നും മുൻ സ്പോർട്സ് കൗൺസിലർ പ്രസിഡന്റ് U ഷറഫ് അലി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ റിപ്പോർട്ട് നൽകിയ ഇപ്പോഴത്തെ കായിക വകുപ്പ് സെക്രട്ടറി N പ്രശാന്തിന്റെ മുൻകാല ചരിത്രം കൂടി പരിശോധിക്കാം. ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ 2021 തിരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണം ഇറക്കിയതിന്റെ പേരിൽ അന്ന് ഏറെ വിമർശനം നേരിട്ടു. അതിനു മുൻപ് ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചീഫ് സെക്രട്ടറിക്കെതിരെ സർവീസ് ചട്ടം ലംഘിച്ച് പ്രവർത്തിച്ചതിന് സസ്പെൻഷനിലായിരുന്നു. തിരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തി നിൽക്കെ സർക്കാരിന് പണി കൊടുക്കാൻ വേണ്ടി തന്നെ മനഃപൂർവ്വം സംസാരിച്ചതിനായിരുന്നു ആ സസ്പെൻഷൻ.
മുൻപ് കോഴിക്കോട് കളക്ടറായിരിക്കുമ്പോൾ കളക്ടർ ബ്രോ എന്നൊക്കെയായിരുന്നു അക്കാലത്ത് ജൻസികൾ വിളിച്ചിരുന്നുവെങ്കിലും പിന്നീട് സർക്കാരുമായി നിരന്തരം ഉരസുന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു. അതിനുശേഷം VD സതീഷിന്റെ നേതൃത്വത്തിൽ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ നടപടികൾ നേരിട്ട ഉദ്യോഗസ്ഥരെ തിരഞ്ഞു പിടിച്ച് വീണ്ടും കൊണ്ടുവരുന്ന നടപടിയുടെ ഭാഗമായി പ്രശാന്തും തിരിച്ചെത്തുന്നത്. അതിനാൽ തന്നെ മുൻപ് തനിക്ക് പണി തന്നവർക്കെല്ലാം തിരിച്ചു പണി കൊടുക്കുന്നു എന്ന തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോയും മറ്റുമടക്കം വലത് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ആഘോഷിക്കുന്നതും പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുന്നതും വസ്തുതകൾ വളച്ചൊടിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് നൽകി മുൻ സർക്കാരിനെയും ഇപ്പോഴത്തെ ഭരണകൂടത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന ചാലിനെയും വെട്ടിലാക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. വിമർശനങ്ങളോട് സർക്കാർ എത്രമാത്രം അസഹിഷ്ണുതയാണ് വെച്ചു പുലർത്തുന്നതെന്ന് ഇതേ ചാലനിന്റെ അടക്കം മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരെയുള്ള വാർത്തകളെല്ലാം ഫേസ്ബുക്കിൽ നിന്ന് മെറ്റയെ കൊണ്ട് റിമൂവ് ചെയ്യിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കേന്ദ്രം ഭരിക്കുന്ന BJPക്ക് സമാനമായി കേരളത്തിലെ മാധ്യമ സ്വാതന്ത്ര്യത്തെയും ഈ സർക്കാർ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ സർവീസിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിനുള്ള കൂറ് കാണിക്കുന്ന അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞുകൊത്താൻ പാകത്തിലുള്ള ഒരാളാണെന്ന് ഓർത്താൽ നല്ലത്. ഇതിന്റെ തുടക്കമാണ് ഒരാഴ്ച മുൻപ് നിയമസഭാ അക്കൗണ്ട് കമ്മിറ്റിയെ അവഹേളിച്ച നടപടി. നിർണായക യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. നടപടിയിൽ ഭരണപക്ഷ MLA-മാരടക്കം അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തതാണ്. CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായക യോഗത്തിലാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ട് പോലും പ്രശാന്ത് പങ്കെടുക്കാത്തത്. പകരം ഇതിനായി കീഴുദ്യോഗസ്ഥരെ അയക്കുകയായിരുന്നു. ഇവരെ യോഗത്തിൽ നിന്ന് പുറത്താക്കി. ഫോണിൽ വിളിച്ചിട്ടും പ്രശാന്ത് ഫോൺ എടുത്തില്ല. നിയമസഭയെ തന്നെ അവഹേളിച്ചെന്ന് UDF MLA-മാരടക്കം തുറന്നടിച്ച സംഭവം നടന്നിട്ട് ഒരാഴ്ച തികയുന്നതേയുള്ളൂ. മൃഗശാല വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി എന്ന നിലയിൽ കണക്കുകൾ പരിശോധിക്കാനാണ് നേരിട്ടെത്താൻ ആവശ്യപ്പെട്ടത്. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ തമ്മിലുള്ള കുടിപ്പകയും റേറ്റിംഗ് യുദ്ധവുമാണ്. വ്യാജ വാർത്തകളും ആരോപണങ്ങളും ഇറക്കിയുള്ള മാധ്യമങ്ങൾ തമ്മിലുള്ള കിടമത്സരത്തിൽ സത്യമറിയാനുള്ള സാധാരണ ജനങ്ങളുടെ അവകാശങ്ങളാണ് ഹനിക്കപ്പെടുന്നത്.